your best friend. എന്തുണ്ടെങ്കിൽ ഇതെന്ന് അച്ഛനോട് അമ്മയോട് പറയുക. എന്തൊക്കെ സംഭവിച്ചാൽ എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ അച്ഛനും അമ്മയായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ, അന്നത്തെ സംഭവിച്ച കാര്യങ്ങൾ. മടിയുണ്ടോ അത് പറയാനായിട്ട്? പറയണം. ആദ്യം അവരുടെ കുറച്ച് വഴക്ക് പറഞ്ഞാലും അവർ പറയും ഞങ്ങളുടെ ഈ പ്രായം കഴിഞ്ഞ് വന്നവരാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഞങ്ങളിന്ന് പറയും അച്ഛനോടും അമ്മയോടൊക്കെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കോ നോക്കോ തിരിക്കോ ഒക്കെ ചെയ്താൽ ആ ഇന്ന ദിവസം ഒരാൾ നോക്കി അല്ലെങ്കിൽ പറഞ്ഞു. അവിടെ നമ്മൾ അമ്മയോട് പറയുന്നത് എങ്ങനെയാണ്? സാരി ചുറ്റി സൈഡും കുത്തി സ്കൂളിൽ പോയപ്പോൾ അതാണ് സംഭവിച്ചത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തമാശ അമ്മയോട് അച്ഛനോട് പറയുകയോ അപ്പൊ എന്റെ ഒരു പെണ്ണിന്റെ പെണ്ണ് നോക്കി അല്ലെ ഒരു കമന്റ് അടിച്ചു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് പറയാം. ഇതുപോലെ തന്നെ ചില സ്കൂളുകളിൽ ഇപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ ബസ്സിൽ നിന്ന് പോകുന്നവരൊക്കെ ബസ്സിൽ നിന്ന സമയത്ത് ചില സ്ത്രീകൾ വന്ന് നിങ്ങളെ തൊട്ടുന്ന് വരാം അല്ലേ? ഡ്രൈവർമാര് മിററിൽ കൂടെ ഇങ്ങനെ നോക്കി ചിരിച്ചെന്ന് വരാം അല്ലെ? ചെയ്യാറുണ്ടോ അങ്ങനെയൊക്കെ? പിന്നെ ആരെങ്കിലും കുറേ കൂടെ ഇങ്ങനെ വന്ന് തൊട്ടുന്ന് വരാം. അതുണ്ടാകാം. ആൺകുട്ടികൾക്ക് തന്നെ പുരുഷ പീഡനമൊക്കെ നടക്കുന്നുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? പുരുഷ പീഡനം വേറെ പുരുഷന്മാരെ ആൺകുട്ടികളെ ഉപയോഗിക്കുന്നു. എന്തിനാണ്? പ്രകൃതി വിരുദ്ധ നടപടികൾക്ക്. ഏതെങ്കിലും പേപ്പർ വായിച്ച അധ്യാപകൻ ഒരു കുട്ടിയെ പ്രകൃതി വിരുദ്ധ നടപടികൾക്കായിട്ട് ഉപയോഗിച്ചു. അയാൾ ഇന്ന് ഒടുവിലാണ്. അമ്മ അച്ഛനോട് കംപ്ലൈന്റ് കൊടുത്തു. എന്താണ് പ്രകൃതി വിരുദ്ധ നടപടികൾ എന്ന് പറഞ്ഞാൽ? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹോമോസെക്ഷുവാലിറ്റി. ഞങ്ങളൊരു സ്കൂളിൽ ചെന്നപ്പോൾ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് വളരെ മൂടിയായി കണ്ടു. അപ്പോൾ ടീച്ചർ ഞങ്ങളെ ആ കുട്ടിയെ ഞങ്ങളുടെ അടുത്ത് വിട്ടു. എന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ അവൻ നന്നായി പഠിച്ചിട്ടും പഠിക്കുന്ന പഠനത്തിൽ കീഴോട്ട് പോയി. പിന്നെ അവൻ ബിഹേവിയർ കയ്യൊക്കെ അത് വേറെ ചലനങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അവനോട് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് അവന്റെ വീട്ടിൽ സ്ഥിരമായിട്ട് പെയിന്റ് ചെയ്യാൻ വരുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. പെയിന്റ് ചെയ്യാനായിട്ട് വീട്ടിൽ പെയിന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവനുമായിട്ട് ആ ചേട്ടനുമായിട്ട് പരിചയപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞ് ഈ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞ ഒരു ദിവസം ഈ ചേട്ടൻ ഇവനെ കാണാനായിട്ട് സ്കൂളിൽ വന്നു. സ്കൂളിൽ വന്നപ്പോൾ അവരോട് പറഞ്ഞു ഈ സ്കൂൾ ബസ്സിൽ പോകണ്ട, ഞാൻ ബൈക്കിൽ വീട്ടിൽ കൊണ്ടുവരാം. ബൈക്കിൽ അപ്പൊ ബൈക്കിൽ കയറാനുള്ള തൊഴിലുണ്ടാവും പറഞ്ഞു. ഞാൻ പോരാ. പോയ വഴിക്ക് ബൈക്കിൽ ഇവനെ കൊണ്ടുപോവാണ്. പോയ വഴിക്ക് അവൻ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു ഞാനൊരു സിനിമ കാണിച്ചതാണ് എന്ന് പറഞ്ഞു കൊണ്ടുപോയത് ഒരു കമ്പ്യൂട്ടർ കഫേയിലേക്കാണ്. കമ്പ്യൂട്ടർ കഫേയിൽ പോയിട്ട് എന്ത് സിനിമയാണ് കാണിച്ചത്? ഒരു ബ്ലൂ ഫിലിം കാണിച്ചു. ബ്ലൂ ഫിലിം കാണിച്ചിട്ട് അവരോട് പറഞ്ഞു നീ ഇതുപോലെ തന്നെ എന്റെ ശരീരത്തിലും ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ 100 രൂപ തരാം. അപ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലേക്ക് വെച്ചായിരുന്നു. അപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ഒരു ചോക്ലേറ്റ് മേടിക്കാം, അത് മേടിക്കാം, ഇത് മേടിക്കാം. അപ്പോൾ ഞാൻ ചെയ്യാം, എനിക്ക് 100 രൂപ തന്നാൽ മതി. അപ്പോൾ അവൻ ആദ്യത്തെ ദിവസം ഇവർ പറഞ്ഞതുപോലെ PVC പിടിക്കുക, പറയുന്നത് എഴുതുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രകൃതി വിരുദ്ധ നടപടികൾക്കായിട്ട് അവനെ പ്രേരിപ്പിച്ചു. അവൻ ചെയ്തു. 100 രൂപ കൊടുത്തു. അവൻ പറഞ്ഞു നാളെ നീ വന്നാല് നിനക്ക് 100 രൂപ തരാം. അങ്ങനെ കുറെ ദിവസങ്ങൾ അടുപ്പിച്ച് ഇയാള് ഇവനെ ഉപയോഗിക്കുകയായിരുന്നു. അതാണ് പുരുഷ പീഡനം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. കൊച്ചുകുട്ടികളെ പല വലിയ ആൾക്കാരും ഇതുപോലത്തെ ദുരുപയോഗം ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിളിക്കുകയോ അങ്ങനത്തെ കാര്യത്തിന് വിളിച്ചിട്ട് സമ്മാനങ്ങൾ തരികയോ ചെയ്താല് അപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ നിന്ന് പറയണം. പക്ഷെ ഈ കുട്ടി വീട്ടിൽ നിന്ന് പറഞ്ഞില്ല. ഒരു ദിവസം അമ്മ നോക്കിയപ്പോൾ കുറെ 100 രൂപകൾ ഇതിന്റെ ബാഗിൽ കണ്ടോണ്ട് ഇത് എവിടെ നിന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു ചേട്ടൻ വരും. ആ ചേട്ടൻ വന്നിട്ട് എന്നോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും. ഞാൻ ചെയ്ത് കഴിയുമ്പോൾ അവരെനിക്ക് 100 രൂപ. അപ്പൊ ഒത്തിരി പൈസ കിട്ടിയ സന്തോഷത്തിൽ അവനൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അവന് ക്ലാസ് വന്നിരുന്നാലും അവിടെ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അവന്റെ മനസ്സിൽ കൂടി കടന്നു പോകുന്നത്. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ അവൻ അറിയാതെ തന്നെ അവന്റെ തള്ളകളിൽ ഇങ്ങനെ വായിടുക, ഒന്ന് പരിചയമില്ലാത്ത മോശമായ ചില കാര്യങ്ങളൊക്കെ അവനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ടീച്ചർ നോട്ട് ചെയ്തു. പിന്നെ നമ്മൾ വിളിച്ച് ഇതിനോട് ഇതൊക്കെ പറഞ്ഞു മറ്റു കാര്യങ്ങളെ പറ്റി ഇതിന്റെ കുഴപ്പങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ അതിൽ നിന്ന്
വളരെ നന്നായിട്ട് പഠിച്ച് നല്ല പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്കൊക്കെ കിട്ടി നല്ല കുട്ടിയായിട്ട് മാറി. ഇങ്ങനത്തെ ആൾക്കാര് ആൺകുട്ടികളെ ഉപയോഗിക്കുമ്പോൾ, പുരുഷന്മാർ ആൺകുട്ടികളെ ഉപയോഗിക്കുമ്പോൾ എന്താ വരുന്നത്? അയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എയ്ഡ്സ് അങ്ങനത്തെ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങളുണ്ടെങ്കിൽ അത് ഈ കുട്ടിയിലേക്ക് കിട്ടും. ഒരു പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് പറയാം ഗർഭിണിയാകാൻ സാധ്യതയുണ്ട്. ഈ ആൺകുട്ടി കൂടെ ഇത് നടത്തിയാൽ ഇയാൾക്ക്, പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാരാണ് ഇങ്ങനെയുള്ള കുട്ടികളെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഈ രോഗം, എയ്ഡ്സ് മറ്റു രോഗങ്ങളുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് കിട്ടാം. അത് ഉടനെ തന്നെ പ്രത്യക്ഷപ്പെട്ടൊന്നും വരികയില്ല. ചിലപ്പോൾ ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. നിങ്ങളുടെ ഒരു ഭാവി കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതമൊക്കെ തുടങ്ങി കഴിയുമ്പോഴാണ് എയ്ഡ്സ് വലിയ തലമുറക്കൊണ്ട് വരുന്നത്. എയ്ഡ്സിന്റെ വൈറസിന്റെ പേരെന്താണ്? HIV. അവിടെ ഉറങ്ങിക്കിടക്കും. 10-20 കൊല്ലം കഴിയുമ്പോൾ പയ്യെ തലമുറയിൽ വരും. അമ്മമാരാണ് നിങ്ങൾ അറിയുന്നത് എയ്ഡ്സ് രോഗിയായി മാറി. എപ്പം കിട്ടിയതാണ്? ചെറുപ്പത്തിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ എന്തിനാ ഇങ്ങനത്തെ മോശമായ കാര്യങ്ങൾക്കായിട്ട് വിളിക്കുകയോ പഠനം കാണിക്കുകയോ CD കാണിക്കാനൊക്കെ വിളിച്ചിട്ട് മോശമായ കാര്യങ്ങൾക്കായിട്ട് പ്രേരിപ്പിച്ചാൽ അത് നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണം. അതുപോലെ സമ്മാനങ്ങൾ തന്നാൽ സ്വീകരിക്കാതിരിക്കണം. എത്ര നല്ല സമ്മാനങ്ങൾ തന്നാൽ, ഇപ്പോൾ ഐഫോണൊക്കെ ഇറക്കിയിട്ടുണ്ട്, വലിയ വലിയ സമ്മാനങ്ങൾ തരും. കാശുള്ള പാർട്ടീസാണ് വിളിക്കുന്നെങ്കിൽ അതുപോലും സ്വീകരിക്കരുത്. 10,000 രൂപ തരാൻ പെൺകുട്ടിയെ ചിലപ്പോൾ വിളിച്ചോണ്ട് പോകുന്നില്ല. ആന്റിമാര് വിളിച്ചോണ്ട് പോയിട്ട് പറയും നിങ്ങളെ സീരിയലിൽ അഭിനയിപ്പിക്കാം, സിനിമയിൽ അഭിനയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോയിട്ട് അവസാനം കൊണ്ടേ ആക്കുന്നത് വേശ്യാലയങ്ങളിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കുക. കൗമാരപ്രായക്കാരായ നിങ്ങളെ പോലെയുള്ള കുട്ടികൾ ധാരാളം ചതിക്കുഴികളിൽ പെടുന്നുണ്ട്. അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ അട്രാക്ഷൻ. മോഹനസുന്ദര വാഗ്ദാനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ അറിയാതെ വീണ് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് മനസ്സിലാക്കണം. യു മസ്റ്റ് ബി വിജിലന്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ നിന്ന് പേരൻസിനോട് പറയണം. എന്ത് സമ്മാനങ്ങൾ കിട്ടിയാലും ഒരിക്കലും അത് തള്ളിപ്പെടാൻ, അത് ഇങ്ങനെ ഒളിച്ചു വെക്കരുത്. പറഞ്ഞില്ലെങ്കിൽ, അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റുന്നു? സെക്ച്വലി യു ക്യാൻ ബി അബ്യൂസ്ഡ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അങ്ങനെ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീടുകളിലാണ് സാധാരണ ഇത് സംഭവിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ സ്വന്തക്കാരായിരിക്കും, നമ്മുടെ ചേട്ടനോ അല്ലെങ്കിൽ കസിൻസോ, ചുരുക്കം ചിലരുടെ അച്ഛനായിരിക്കാം പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ അയലോകത്തെ ആണെങ്കിലും ഇവർക്ക് വന്ന് നമ്മളോട് മോശമായ രീതിയിൽ പെരുമാറിയാൽ, നമ്മളെ സ്പർശിച്ചാൽ, ആ സ്പർശനം എങ്ങനെയുള്ള ഒരു സ്പർശനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം നമ്മുടെ ശരീരം വളരെ പവിത്രമാണ്, നമ്മുടെ സ്വന്തമാണ്. ഇതാരും ദുരുപയോഗിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. നമുക്കറിയാം ദൈവത്തിന്റെ ആലയമാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തില് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതാണ് കഴുത്തിന് കീഴോട്ടും കാലിന്റെ മുട്ടിനും മേലോട്ടും. ഇത്രയും ഭാഗം ഓരോരുത്തരുടെ ശരീരവും പ്രഷ്യസ് ആണ്. അത് നമ്മുടെ സ്വന്തമാണ്. അത് വേറൊരാൾ ദുരുപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരാൾ നമ്മുടെ ശരീരത്തില് എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും അവസരത്തിൽ സ്പർശിച്ചാൽ അത് നല്ല സ്പർശനമാണോ ചീത്ത സ്പർശനമാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഇത്രയും ഭാഗത്ത് ആരെങ്കിലും സ്പർശിച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് ബാഡ് ടച്ച്. അപ്പൊ ബാഡ് ടച്ച് ഏതാണ്, ഗുഡ് ടച്ച് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഈ ശരീരത്തിന്റെ കഴുത്തിന് കീഴോട്ടും കാലിന്റെ മുട്ടിന് മേലോട്ടും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വേറൊരാൾ ദുരുദ്ദേശത്തോടുകൂടി സ്പർശിച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ബാഡ് ടച്ച്. അങ്ങനെ ആ ബാഡ് ടച്ച് ആരെങ്കിലും നടത്തിയാൽ നമ്മൾ അത് ഉടനെ തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കണം. ചിലപ്പോൾ നമ്മൾ അയലോകത്തെ ചേട്ടനാണ്, അയലോകത്തെ ആങ്കിളാണ്, അവിടെ പറഞ്ഞാൽ അവിടുത്തെ ബഹളം ഉണ്ടാകും, വീട്ടുകാർ തമ്മിൽ പിണങ്ങും, അല്ലെങ്കിൽ നമ്മുടെ